Praise the Lord, hallelujah, enjoy your Apple Christian apologist from Ernakulam. And today we are going to think about who is God and who is Satan. ആരാണ് ദൈവം, ആരാണ് പിശാച്, ഇതെങ്ങനെ അവരുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ളത് ബൈബിളിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ദൈവം മോശയെ ഫറവോൻ്റെ പക്കലേക്ക് അയക്കുമ്പോൾ മോശ ചോദിക്കുന്നുണ്ട്, പുറപ്പാട് 3:13, എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, ഐ ആം ഹൂ ഐ ആം, ഞാനാകുന്നവൻ ആകുന്നു, അല്ലെങ്കിൽ ഞാൻ തന്നെ എന്ന് പറയും. എന്നാൽ പിശാച് എന്താ പറയുന്നത്? പിശാച് പറയുന്ന ഐ ആം നോട്ട് ഐ ആം, ഞാനല്ലാന്നാണ് പിശാച് പറയുന്നത്. പിശാചിനെ കുറിച്ച് എവിടെയെങ്കിലും റെഫറൻസ് ഉണ്ടോ ബൈബിളിലല്ലാതെ? പിശാച് എന്തെങ്കിലും സ്വയം വെളിപ്പെടുത്തിയിരുന്നു? ദൈവം മറഞ്ഞിരിക്കുന്നവരല്ല, ദൈവം സ്വയം വെളിപ്പെടുത്തും. പിശാച് ഒരിക്കലും വെളിപ്പെടുത്തുകയില്ല. അതുകൊണ്ടാണ് പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാതെ പോകരുതെന്ന് വിശുദ്ധനായ പത്രോസ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. കാരണം പിശാച് എന്ന് പറഞ്ഞാൽ അയാൾ നോട്ടായാം, ഞാനൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ദൈവവിശ്വാസമുള്ള ആളുകളോട് തന്നെ ചോദിച്ചു, പിശാചുണ്ടോയെന്ന് വെച്ചാൽ ലോകത്തിലെ 80% ദൈവവിശ്വാസികളിലും പിശാച് ഉണ്ടെന്ന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ദൈവമുണ്ട്, പക്ഷെ പിശാചില്ല. അതായത് പ്രകാശമുണ്ട്, ഇരുളില്ല എന്ന് വാദിക്കുന്നവരാണ് പല ആളുകളും. അപ്പോൾ പിശാച് പറയുന്നത് ഐ ആം നോട്ട് ഐ ആം, ദൈവം പറയുന്ന ഐ ആം ഹൂ ഐ ആം. ഇതാണ് പിശാചും ദൈവവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി പിശാചിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? പിശാചിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നത് ബൈബിള് മാത്രമാണ് പിശാചിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നത്. വേറൊരു സ്ഥലത്തും പിശാചിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായം 13-ാം വാക്യം മുതൽ നമ്മൾ നോക്കിയാലും പിശാചിനെ കുറിച്ച് പറയുന്നു, നീ പൂർണ്ണതയ്ക്ക് മാതൃകയായിരുന്നു, വിജ്ഞാനം തികഞ്ഞവനും സൗന്ദര്യ സമ്പുഷ്ടനും. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. മാണിക്യം, പുഷ്യരാഗം, സൂര്യകാന്തം, പത്മരാഗം, ചന്ദ്രകാന്തം, ഗോമേതകം, ഇന്ദ്രനീലം, വൈഢൂര്യം, മരതകം എന്നിവ നിന്നെ പൊതിഞ്ഞിരുന്നു. നിന്റെ തമ്പുരവും പുല്ലാങ്കുഴലും സ്വർണ്ണ നിർമ്മിതമായിരുന്നു. നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ അവയെല്ലാം ഒരുക്കിയിരുന്നു. ഒരു അഭിഷിക്ത കെരൂബിനെ നിനക്ക് കാവൽ നിർത്തി. അതായത് ഒരു Z+ കാറ്റഗറി സംരക്ഷണവും ദൈവം പിശാചിന് കൊടുത്തു. നീ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിയിലായിരുന്നു. തീ പോലെ തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നീ സഞ്ചരിച്ചു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെടുന്നവരെ നീ നിഷ്കളങ്കനായിരുന്നു. അധർമ്മം എന്ന് വെച്ചാൽ പിശാച് അഹങ്കരിച്ചതാണ്. വ്യാപാരത്തിൻ്റെ പെരുപ്പത്തിൽ അക്രമവും പാവവും നിന്നിൽ നിറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഗിരിയിൽ നിന്നെ ഞാൻ അശുദ്ധ വസ്തുവായി ദൂരെ എറിഞ്ഞു. നിനക്ക് കാവലുന്ന കെരൂബ് തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ ആട്ടിപ്പുറത്താക്കി. നിന്റെ സൗന്ദര്യത്തിൽ നീ അഹങ്കരിച്ചു. നിന്റെ മഹിമയ്ക്ക് ജ്ഞാനത്തെ നീ ദുരുപയോഗപ്പെടുത്തി. നിന്നെ ഞാൻ നിലത്തെറിഞ്ഞു കളഞ്ഞു. ദൈവത്തിൻ്റെ ഗിരിയിൽ നിന്ന് പിശാചിനെ നിലത്തെറിഞ്ഞു കളഞ്ഞു എന്നുള്ളൊരു മനസ്സിലാക്കും. പിശാചിന് എന്ത് പറ്റി? പിശാച് ആരായിരുന്നു? ദൈവത്തിൻ്റെ കൊയർ മാസ്റ്ററായിരുന്നു, സ്വർഗത്തിൻ്റെ കൊയർ മാസ്റ്ററായിരുന്നു. അവൻ അഹങ്കരിച്ചതുകൊണ്ട് അവനെ വെട്ടി വീഴ്ത്തി. എങ്ങനെയാണ് അവൻ അഹങ്കരിച്ചത് എന്ന് യെശയ്യാ പ്രവചനം 14:12 പറയുന്നു, ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി? നീ തന്നെ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിന് മുകളിൽ ഞാനായിരിക്കും. ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെ ആകും. എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. പിശാച് സൗന്ദര്യപൂർണ്ണ ആയതുകൊണ്ട് പിശാച് സ്വന്തം സൗന്ദര്യത്തിൽ അഹങ്കരിച്ചു. നാർസിസം എന്ന് പറയുന്ന രോഗം. പിന്നെ പിശാച് ദൈവത്തിൻ്റെ ഗിരിയിൽ കയറും. അപ്പോൾ തനിക്ക് പ്രാപ്യമല്ലാത്തൊരു കാര്യം, അംബീഷൻ, ദൈവത്തെ പോലെ ആകാനായിട്ട് സൃഷ്ടവസ്തു സൃഷ്ടാവിനെ പോലെ ആകാൻ ശ്രമിച്ചു. ഇതാണ് പിശാച് ചെയ്ത കുഴപ്പം. അതുകൊണ്ട് ദൈവം അവനെ വെട്ടി വീഴ്ത്തി. ഹീബ്രുവിലെ നഫാൾ എന്നാണ് പറയുന്നത്. നഫാൾ എന്ന് വെച്ചാൽ വീഴ്ച. അങ്ങനൊരു രാജ്യം ഭൂമിയിലുണ്ട്, നഫാൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ആരാണ് ദൈവം, ആരാണ് പിശാച് എന്ന് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ദൈവം ആകുന്നവനാകുന്നു. ദൈവം അസർട്ടീവായിട്ട് പറയുന്നത്, ദൈവം വെളിച്ചത്തിൽ നിന്നിട്ട് പറയുന്നത് ഞാൻ ആകുന്നവൻ, ഇങ്ങോട്ട് ഞാൻ ആകുന്നവനാകുന്നു. പിശാച് എന്താ പറയുന്നത്? ഐ ആം നോട്ട് ഐ ആം, ഞാനില്ല.
ഇതാണ് പിശാച് പറയുന്നത്. അപ്പോൾ പിശാച് എപ്പോഴും ഒളിച്ചിരിക്കുകയാണ്. കാരണം എന്താ? ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഒളിഞ്ഞിരുന്ന് ഇപ്പം ഈ ചാരന്മാരൊക്കെ ചെയ്യുന്നവർ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാനേ ഇവന് പറ്റുള്ളൂ. അതുകൊണ്ടാണ് പിശാച് ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം ആരാണെന്ന് വെച്ചാൽ ദൈവം ആകുന്നവനാകുന്നു, അല്ലെങ്കിൽ അയം ഹു അയം. പിശാച് ആരാകുന്നു എന്നാണ് അവൻ പറയുന്നത്. അയാം നോട്ട് അയം, ഞാനല്ല എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.